എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ. അപ്പം എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമാണ്, പെൺപൂവ് ഉണ്ടാവുന്നില്ല, ആൺപൂവാണ് കൂടുതൽ ഉണ്ടാവുന്നത്. അഥവാ പെൺപൂവ് ഉണ്ടായാലും ഒക്കെ കൊഴിഞ്ഞു പോകുന്നുള്ളത്. അപ്പം ദേ ഈ ഒരു കാപ്പിപ്പൊടി സൂത്രം മാത്രം മതി കേട്ടോ, നമുക്ക് ഒരു ചിലവില്ലാതെ ധാരാളം പെൺപൂവ് ഉണ്ടാവാനായിട്ട്. അപ്പം നമുക്കതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പം അതിനായിട്ട് ഇപ്പം നമ്മൾ സാധാ നോർമൽ കാപ്പിപ്പൊടിയാണ് വേണ്ടത്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അല്ല, സാധാ കാപ്പിപ്പൊടി ഉണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യം റോക്ക് ഫോസ്ഫേറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ എല്ലുപൊടി. നമ്മൾ എല്ലുപൊടി അല്ല ഉപയോഗിക്കുക, റോക്ക് ഫോസ്ഫേറ്റ് ആണ്. അപ്പം അതുകൊണ്ട് ഞാൻ റോക്ക് ഫോസ്ഫേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അതിനാവശ്യമുള്ള വെള്ളം ഇത്രയേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പം അത് വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു മാജിക്കൽ ഫെർട്ടിലൈസർ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കതിനായിട്ട് അത് ഇടാനായിട്ട് ഒരു പാത്രം എടുക്കാം. അതിലോട്ട് ഞാൻ ഇതേ കുറച്ചളവാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. റോക്ക് ഫോസ്ഫേറ്റ് ഞാനൊരു ടേബിൾ സ്പൂണ് എടുക്കുന്നുണ്ട്. ഇപ്പം എല്ലുപൊടി ആണെന്നുണ്ടെങ്കിലും ഒരു ടേബിൾ സ്പൂണ് എല്ലുപൊടി എടുക്കുക. പിന്നീട് നമുക്കതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് നോർമൽ കാപ്പിപ്പൊടി അത് നമ്മൾ ചേർത്തു. ഇനി അതിലോട്ട് നമുക്ക് ഒരു 1/2 ലിറ്റർ വെള്ളം ചേർക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നാക്കി മിക്സ് ചെയ്തിട്ട് വേണം കൂടുതൽ വെള്ളം ഒഴിക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ പൊങ്ങി കിടക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൽ പെട്ടെന്ന് തന്നെ നമ്മൾ 1/2 ലിറ്ററോ 1 ലിറ്ററോ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് അലിയില്ല, പൊങ്ങി കിടക്കും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി അതിൽ മൊത്തം വെള്ളം ഒഴിക്കുക. ഞാനൊരു കാര്യം പറഞ്ഞു, ഇതിൽ നമുക്ക് ഫെർമെൻറ്റേഷൻ കറക്റ്റ് ആവാനായിട്ട് ഒരു നുള്ള് ശർക്കര പൊടിയും കൂടെ ചേർക്കണം കേട്ടോ. ഇതേ അപ്പം നമ്മളിതേ ഇത് മിക്സ് ചെയ്ത് കറക്റ്റായിട്ടുണ്ട്, കണ്ടോ, നല്ല മണമാണ്. ഇനിയിപ്പോൾ ശർക്കരയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി മണമാണ് ഇതിന്. ഇനി ഇത് ഇങ്ങനെ തന്നെ നമ്മൾ മാറ്റി വയ്ക്കുക. ഇത് ഒരു ഭാഗത്തോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്കൊരു 5-ാമത്തെ ദിവസം മാത്രമാണ് എടുക്കാനായിട്ട് പാടുള്ളൂ. 5-ാമത്തെ ദിവസം എടുക്കുമ്പോൾ ഇതേപോലെ നല്ല മണമായിട്ട് നല്ല അടിപൊളി മാജിക്കൽ ഫെർട്ടിലൈസർ ആയിട്ടുണ്ടാവും, കണ്ടോ. അപ്പോൾ ഈ കാപ്പിപ്പൊടി നമ്മൾ നോർമൽ കാപ്പിപ്പൊടിയാണ് എടുക്കേണ്ടത്. ഇത് നമ്മൾ സ്പ്രേ ചെയ്യാൻ മാത്രമല്ല ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ കാപ്പിപ്പൊടിയിൽ നൈട്രജനും പൊട്ടാഷ്യം ഉണ്ട്, അതായത് പൊട്ടാസ്യം. പിന്നെ ഇതിലാണെങ്കിലോ ഫോസ്ഫേറ്റ് ഉണ്ട്. അപ്പം ഈ റോക്ക് ഫോസ്ഫേറ്റ് കൊടുക്കുന്നത് മൂലം ഇത് നമ്മൾ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ വേരുകൾക്ക് നല്ല കരുത്തുണ്ടായിട്ട് നല്ല ശക്തിയായിട്ട് വളരും. അതോടൊപ്പം ഇത് സ്പ്രേ ചെയ്ത്, അതായത് കാപ്പിപ്പൊടിയിൽ നൈട്രജനും അതുപോലെ പൊട്ടാഷ്യം ഉള്ളത് കൊണ്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ധാരാളം പൂക്കളുണ്ടാവും, കായകളും പിടിക്കും. അപ്പോൾ എല്ലാതും നമുക്ക് പെൺപൂവായിട്ട് വരാനായിട്ട് ഇത് വളരെ സഹായിക്കും. ഇത് രണ്ടും തമ്മിലുള്ള കോമ്പിനേഷൻ. പിന്നെ ശർക്കരയുമാണ് ചേർക്കുന്നത്. അപ്പം നല്ല ജീവാണുക്കൾ ഉണ്ടാവാനും ശർക്കര സഹായിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഒരു കുപ്പിയിലോട്ട് മാറ്റണം അല്ലേ. അപ്പം നമുക്ക് ഇത് റോക്ക് ഫോസ്ഫേറ്റ് അടിയിൽ അടിഞ്ഞുകൂടും. അപ്പം കണ്ടോ, എപ്പോഴും അത് ശ്രദ്ധിക്കണം. ഇങ്ങനെ കുലുക്കി വേണം നമ്മൾ 5 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ എടുക്കുക. റോക്ക് ഫോസ്ഫേറ്റ് ആയതുകൊണ്ട് ഇത് അടിയിൽ ഇങ്ങനെ അടിഞ്ഞു കിടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കുക. അപ്പം നമ്മളിതേ കുലുക്കി എടുത്തു. അപ്പം നമുക്ക് നോക്കാം ഇത് എത്ര ഡൈലൂട്ട് ചെയ്യണം കേട്ടോ, നമ്മൾ അത് മറക്കരുത്. അപ്പം ഇത്ര അളവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി 2 ഇരട്ടി വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ 2 ഇരട്ടി വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്തത് സ്പ്രെയറിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നമ്മുടെ ചെടികൾക്ക് അടിച്ചു കൊടുക്കാം. അപ്പം നമ്മളിത് അടിച്ചു കൊടുത്ത മൂലം നമ്മുടെ ചെടിക്ക് വന്നിട്ടുള്ള മാറ്റവും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഇലകളിലും മണ്ണിലും ധാരാളമായിട്ട് കൊടുക്കണം കേട്ടോ. ഇലകളിലും മാത്രമല്ല, നമ്മൾ മണ്ണിലും കൊടുക്കണം. കാരണം വേരുകൾക്ക് ഇത് വലിച്ചെടുക്കാനായിട്ട് സഹായിക്കും. ഇത് കീടബാധ നിയന്ത്രിക്കാനല്ല നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ എന്തിനാണ് ഇത് ധാരാളം പെൺപൂ വിരിയ. പക്ഷെ കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിത്തൊലി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഫെർട്ടിലൈസറിന്റെ കാര്യം പറഞ്ഞല്ലോ അല്ലെ. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഉള്ളിത്തൊലിയും കഞ്ഞിവെള്ളവും അതുപോലെ ശർക്കരയും മഞ്ഞളും ചാരും ഒക്കെ കൂടിയിട്ടുള്ളത്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വെള്ളരിയിൽ നോക്കിയ കീടബാധ ഒന്നുമില്ല, ആമവണ്ടിന്റെ ഉപദ്രവോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ ആമവണ്ടിന്റെ ഉപദ്രവം ഉണ്ടാവില്ല. അതുപോലെ തന്നെ പുഴുക്കളുടെ പ്രശ്നം, വെള്ളീച്ചയുടെ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ തീർച്ചയായിട്ടും അതും ഒന്ന് ട്രൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം പെൺപൂവ് ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ആണ്. ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണാം കേട്ടോ.